ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാജി കൊടുത്ത ഗിഫ്റ്റ് കണ്ട് എല്ലാവരും ഏറെ സന്തോഷിക്കുകയാണ്. ശാലിനി പറയുകയാണ്, ഇത് കൊള്ളാമല്ലോ, പക്ഷെ ഇത് കുറെ കാശായിട്ടുണ്ടാകുമല്ലോ രാജി ചേച്ചി. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ എനിക്ക് സമ്മാനം വാങ്ങിത്തരാൻ? ശാരദാമ്മ പറയുകയാണ്, എവിടെന്ന്? അമ്മയുടെ ചികിത്സയും വീട്ടു ചെലവും ഒക്കെ കഴിഞ്ഞ് സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നതിൽ നിന്നും എടുത്തതായിരിക്കും. അതിൽ നിന്നും 5-10 രൂപ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടാകും അല്ലേ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അത് കേട്ട് ആണോ ചേച്ചി എന്ന് ശാലിനി ചോദിക്കുമ്പോൾ തല കുനിച്ചു നിൽക്കുകയാണ് രാജി. ഗിഫ്റ്റ് തിരികെ കൊടുത്തിട്ട് ശാലിനി പറയുകയാണ്, ചേച്ചി ഈ വാച്ച് തിരികെ കൊടുത്തിട്ട് പണം തിരികെ വാങ്ങിക്കണം. എനിക്ക് സമ്മാനമായിട്ട് ഒരു കപ്പലണ്ടി മിഠായി കിട്ടിയാലും മതി. കണ്ണു നിറഞ്ഞ ശാലിനി പറയുകയാണ്, സമ്മാനത്തിന്റെ വിലയിലല്ല, അത് തരാനുള്ള മനസ്സിലാണ് കാര്യം. നമ്മളെ ഒരാൾ പരിഗണിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അയ്യോ അത് തന്നെ ധാരാളമല്ലേ. മോൾ അത് തിരികെ തരരുത്. നാളെ കളക്ടർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മോൾക്കൊരു സമ്മാനമാണിത്. അതെന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ശാരദാമ്മ പറഞ്ഞതല്ലേ, അതിനു വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാണ് ഞാൻ ഈ പണം. എന്നാൽ എന്തു വാങ്ങണമെന്നൊരു നിശ്ചയമുണ്ടായിരുന്നില്ല. കൂടുതൽ ആലോചിച്ചപ്പോൾ തോന്നി വാച്ച് തന്നെയാണ് നല്ലതെന്ന്. അതാകുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ സമയമറിയാനായിട്ട് മോള് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് നോക്കുമല്ലോ. മാത്രവുമല്ല മോള് കളക്ടറായി കഴിഞ്ഞ് വലിയ കാറിലൊക്കെ പോലീസ് അകമ്പടിയോടുകൂടി പോകുമ്പോൾ എനിക്ക് പറയാമല്ലോ, മോള് കളക്ടർ പരീക്ഷ എഴുതിയപ്പോൾ സമയമറിയാൻ വേണ്ടി നോക്കിയത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത വാച്ചിലാണെന്ന്. രാജി ചേച്ചിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലാതെ പിന്നെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാനുള്ളത്? ഇത് കേട്ട് രാജിയെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് ശാലിനി. ഇതൊക്കെ കണ്ട് ശാന്ത പറയുകയാണ്, മതി മതി, ഇനി നമുക്ക് ഹോട്ടലിലേക്ക് ചെല്ലാം. വൈകിട്ടത്തേക്കുള്ള ചായക്ക് സമയമായി, വാ എന്ന് വിളിക്കുകയാണ് ശാന്ത. അവർ പോയ ശേഷം ശാരദാമ്മ പറയുകയാണ്, ഈ കുടുംബത്തോട് കൂറുള്ള കുട്ടികളാണ് രണ്ടും. പക്ഷെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ദൈവം ഇതുവരെ ഒരു വഴി കാട്ടിക്കൊടുത്തിട്ടില്ല. ഒരു ജോലിക്ക് വന്നു പെട്ടതോ ഇവിടെയും. ഉരല് ചെന്ന് മദ്ദളത്തിനോട് സങ്കടം പറയുന്ന അവസ്ഥയിലായി. ശാലിനി പറയുകയാണ്, അവർക്ക് വേണ്ടി കൂടിയല്ലേ അമ്മേ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഞാനൊരു കര പറ്റുമ്പോൾ അവരെ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? നീ മാത്രമാണ് മോളെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതൊക്കെ പോട്ടെ, അല്ല നിനക്ക് നാളത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ബാഗൊക്കെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുകയാണമ്മേ. ഇന്നിപ്പോ വേറെ പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ല. ഇതേക്ക് വായിക്കാൻ 1-2 ബുക്ക് കൂടി എടുത്തു വെച്ചാൽ ഓക്കെ. നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, നീയോ ശ്യാമേ? ശ്യാമ പറയുകയാണ്, ഞാനുമെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അമ്മേ. ആദ്യമായിട്ടല്ലേ കേരളം വിട്ടു പോകുന്നത്? തമിഴ്നാടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നല്ല രസമുള്ള സ്ഥലമായിരിക്കും നാഗർകോവിൽ അല്ലേ ചേച്ചി? ഇത് കേട്ടൊന്നും അറിയാതെ ശാലിനി ചോദിക്കുകയാണ്, അല്ല നീ വരുന്നുണ്ടോ എന്റെ കൂടെ? അതെന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ചാരിക പറയുകയാണ്, അത് നീ പിണങ്ങിയിരുന്നപ്പോൾ ഞങ്ങളും അമ്മയും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ശ്യാമയെ നിന്റെ കൂടെ അയക്കാൻ. ശാലിനി ചോദിക്കുകയാണ്, അവളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾക്ക് ക്ലാസ് ഉള്ളതല്ലേ? ശാരദാമ്മ പറയുകയാണ്, ഒരു രാത്രി അന്യനാട്ടിൽ തങ്ങാനുള്ളതല്ലേ മോളെ. കൊച്ചാണെങ്കിലും കൂട്ടിന് ഒരാളുള്ളത് നല്ലതാണ്. എന്റെ അമ്മേ, എനിക്കൊപ്പം കോളേജിൽ പഠിച്ച വൃന്ദ അവിടെയുണ്ട്. ബസ് സ്റ്റാൻഡിനടുത്ത് എവിടെയോ ആണ് അവളുടെ ഫ്ലാറ്റ്. ബസ് ഇറങ്ങിയിട്ടൊന്ന് വിളിച്ചാൽ അവൾ പിക്ക് ചെയ്യാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ ഇനിയിപ്പോ കൂട്ടിനൊരാള്? ശ്യാമ പരിഭവിക്കുകയാണ്, ഈ കുഞ്ഞേച്ചിയുടെ ഒരു കാര്യം, എന്റെ ക്ലാസ് മിസ്സാവുമോ എന്നുള്ള പേടിയല്ല, കുഞ്ഞേച്ചിയുടെ കയ്യിലെ കാശ് ചെലവാകുമോ എന്നുള്ള പേടിയാണ്. അതുമുണ്ട് എന്ന് പറയുകയാണ് ശാലിനി. നീ കൂടെ പോന്നാൽ കണ്ണിൽ കാണുന്ന മാലയും വളയും എല്ലാം വേണമെന്ന് പറയും. അത് തന്നെയാണ് പ്രശ്നം. ശ്യാമ പറയാണ്, ശരി ഓക്കെ, ഇത്തവണ ഒരക്ഷരം മിണ്ടില്ല ഞാൻ. ചേച്ചിക്ക് നിർബന്ധമാണെങ്കിൽ വായിൽ വെള്ളമൊഴിച്ച് നിന്നോളാം. ഒന്നും വേണമെന്നും പറയില്ല, ഭക്ഷണവും കഴിക്കില്ല. ഇതൊക്കെ കേട്ട് അടക്കി പിടിച്ച് ചിരിക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും. ശാരദാമ്മ പറയുകയാണ്, അവളെയും കൂടി കൊണ്ടുപോടി. യാത്രക്കിടയിൽ നിനക്ക് ബോറടിക്കില്ല. അവൾക്കൊരു പുതിയ നാട് പരിചയപ്പെടുകയും ചെയ്യാം. ആ ശരി, എന്നാൽ പിന്നെ എന്റെ കുറുമ്പിയും കൂടെ പോര്. വായിട്ടലച്ച് എന്റെ സ്വൈര്യം കെടുത്താതിരുന്നാൽ മതി. എടാ, ഇനി ഞാൻ വാ തുന്നിക്കെട്ടുകയും കൂടി ചെയ്യണോ? അമ്മേ, എവിടെയാ സൂചിയും നൂലും? ഇങ്ങടുത്തെ, ഞാനൊന്ന് നോക്കട്ടെ. വായില് തയ്യലിടാൻ പറ്റുമോന്ന് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രാത്രി സത്യഭാമയുടെ വീടാണ്. അവിടെ രാഘവൻ നായർക്ക് ആഹാരം കൊടുക്കുകയാണ് സത്യഭാമ. നേരം വിഷ്ണുവിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് സത്യഭാമ പറയുകയാണ്, വിഷ്ണു വന്നെന്ന് തോന്നുന്നു. സത്യഭാമ ചോദിക്കുകയാണ്, നീ അത്താഴം കഴിച്ചോ? എന്താ ഇത്ര വൈകിയത്? അത് ഞാനൊരു സിനിമയ്ക്ക് പോയതാണമ്മേ, കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം. അന്നേരം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കുകയാണ് സുസ്മിത. സിനിമയ്ക്കോ? എന്നാൽ പിന്നെ സുസ്മി മോളെയും കൂടി കൊണ്ടുപോകായിരുന്നില്ലേ നിനക്ക്? പാവം. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടിയാണ് അമ്മേ പോയത്. അതിനിടയ്ക്ക് ഒരു പെണ്ണ് വന്നാൽ ശരിയാകില്ല. സത്യഭാമ ചോദിക്കുകയാണ്, പെണ്ണ് വന്നാൽ എന്താ കുഴപ്പം?
വല്ലപ്പോഴും അവളെയും കൂടി ഒന്ന് പുറത്തു കൊണ്ടുപോകണ്ടേ, അതല്ലേ അതിന്റെ ഒരു മര്യാദ. ശരിയമ്മ, അടുത്തവണ ആകട്ടെ എന്ന് പറയുകയാണ് വിഷ്ണു. പിന്നീട് രാഘവൻ നായരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് സത്യഭാമ. വിഷ്ണു മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ താഴേക്കിറങ്ങിയ സുസ്മിത പറയുകയാണ്, അമ്മയ്ക്ക് അറിയില്ലല്ലോ മോന് സിനിമയ്ക്ക് കൊണ്ടുപോകാനൊക്കെ വേറെ ആളായ കാര്യം. അത് കേട്ട് നിൽക്കുകയാണ് വിഷ്ണു. തിരിഞ്ഞു നടന്ന് വിഷ്ണു എന്താന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഒന്നുമില്ല. എന്നാലും ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. സത്യഭാമയുടെ മകൻ വിഷ്ണുവിന് പ്രേമിക്കാനും ഊരു ചുറ്റാനുമൊക്കെ ഒരു 3rd ക്ലാസ് ചായക്കടക്കാരിയുടെ മകളെയല്ലേ കിട്ടിയുള്ളൂ. അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നാട്ടുകാർ എന്തു പറയുമെന്ന് ആർക്കും ഒരു ആലോചനയുമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും ഒക്കെ കുഴിയിലിട്ട് മൂടാം. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. പ്രേമിച്ചു തുടങ്ങിയാൽ പിന്നെ ചാണകവും ചന്ദനമായിട്ട് നമുക്ക് തോന്നുമല്ലോ. അത് പക്ഷേ നെറ്റിയിൽ തൊട്ട് നടക്കുമ്പോഴേ നാട്ടുകാർ ചിരിക്കുമെന്ന് മാത്രം. ഇത് കേട്ട് ചിരിച്ച് വിഷ്ണു പറയുകയാണ്, അത് നിന്റെ തോന്നലാണ്. ചാണകവും ചന്ദനവും ഒക്കെ ഏതാണെന്ന് നീ തിരിച്ചറിയണം. നാട്ടുകാർ കാണുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വീകരണ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. മോൾ അറിഞ്ഞു കാണില്ല, ഇന്ന് കുടുംബശ്രീ ശാലിനിക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു. പലഹാരം പൊതിയാൻ മാത്രം പത്രമെടുക്കുന്ന നീ അത് വായിച്ചറിയാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, നാട് നീളെ അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം ജയിച്ച ശാലിനിക്കുള്ള സ്വീകരണത്തെ കുറിച്ച്. ഇന്ന് ആ ആദരവ് ഭംഗിയായിട്ട് നടന്നു. അടുത്ത ദിവസം അവളുടെ IASന്റെ മെയിൻ പരീക്ഷയാണ്. പ്രിലിമിനറി ആദ്യഘട്ടം തന്നെ പാസ്സാവുമെങ്കിൽ അടുത്ത പരീക്ഷ അവൾ പുല്ലുപോലെ കടന്നുകൂടും എന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ ആകെയുള്ളത് ഒരു ഇന്റർവ്യൂ ആണ്. അതും കഴിഞ്ഞ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ജില്ലാ കളക്ടറുടെ കാറിൽ ശാലിനി ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. നീ അടക്കം ഉള്ളവർക്ക്. റോഡിൽ കൂടി പോലീസ് അകമ്പടിയോടുകൂടി അവളുടെ കാർ കടന്നു പോകുമ്പോൾ തെളിച്ച് സല്യൂട്ട് അടിച്ചു നിൽക്കും ജില്ലാ പോലീസ് മേധാവി അടക്കം. അധികാരം ജില്ലാ മജിസ്ട്രേറ്റിന്റേത്. വണ്ടിയുടെ ബുക്കും പേപ്പറും ചോദിക്കാനല്ലാതെ നിന്നെ ഇതുവരെ ഒരു ട്രാഫിക് പോലീസെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അതാണ് നീ എന്ന ചാണകവും അവൾ എന്ന ചന്ദനവും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ കേട്ട് ആകെ കലിതുള്ളു നിൽക്കുകയാണ് സുസ്മിത. നിന്റെ അച്ഛനുണ്ടാക്കിയ കാശ് മുഴുവൻ കൊട്ടക്കണക്കിന് ആരിയിട്ടാലും നീ ഇപ്പോൾ ചായക്കടക്കാരി എന്ന് അധിക്ഷേപിച്ച ശാലിനിയുടെ ഒരുപാട് പടി താഴെ നീയൊക്കെ നിൽക്കുകയുള്ളൂ. പിന്നെ നീ എന്തോ മനുഷ്യൻ ദഹിക്കാത്ത വാക്കുകൾ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ. എന്താ സ്റ്റാറ്റസ് എന്നോ ഡിഗ്നിറ്റി എന്നോ അങ്ങനെ എന്തൊക്കെയോ. എന്നാൽ കേട്ടോ, നിന്റെ അച്ഛൻ രാജശേഖരൻ UAE പോയിട്ട് 10 പുത്തൻ ഉണ്ടാക്കി എന്ന് കരുതി അതിനു മുമ്പ് അയാളുടെ അച്ഛൻ ബാഹുലേന് എന്തായിരുന്നു ബിസിനസ് എന്ന് ഒന്ന് തിരക്കി നോക്ക്. എന്നിട്ട് പതിയെ സുസ്മിതയോട് പറയുകയാണ്, ആക്രിക്കടയായിരുന്നു ആക്രിക്കട. ഈ ഇരുമ്പും തുരുമ്പും ഒക്കെ പൊളിച്ചു വിൽക്കുന്ന സ്ഥലം. ഈ ചായക്കടയൊക്കെ അതിലും എത്രയോ ഭേദമാണ്. ആകെ ചമ്മി നിൽക്കുകയാണ് സുസ്മിത. ഇനിയിപ്പോ നീ തന്നെ ആലോചിച്ച് തീരുമാനിക്ക്, ശാലിനി IAS ആണോ സുസ്മിതയാണോ ചാണകമെന്ന്. അപ്പോ ഗുഡ് നൈറ്റ് എന്ന് പറയുകയാണ് വിഷ്ണു. വിഷ്ണു പോയ ശേഷം സുസ്മിത കരുതുകയാണ്, അപ്പോ എന്നേക്കാൾ മിടുക്കിയാണല്ലേ ശാലിനി IAS. അവൾ ചന്ദനമരമാണെങ്കിൽ ഞാനതിനെ വരിഞ്ഞു ചുറ്റാൻ പോകുന്ന വിഷസർപ്പമാണ്. കാണിച്ചു തരാം ഈ സുസ്മിതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ വിളക്ക് തെളിക്കുകയാണ് ശാലിനി. ശാലിനി പ്രാർത്ഥിക്കുകയാണ്, ദൈവങ്ങളെ, മെയിൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഇത് വെറും ഒരു പരീക്ഷയല്ല, സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം. ശാരദാമ്മയും മക്കളും ജയിക്കുമോ തോൽക്കുമോ എന്ന് ഈ പരീക്ഷയിലൂടെ വേണം അറിയാൻ. കൈവിടരുത്, കൂടെ തന്നെ തുണയായിട്ടുണ്ടാകണം. അന്നേരം ശാരികയോട് ശാരദാമ്മ ചോദിക്കുകയാണ്, മോളെ ശ്യാം എവിടെ? ശാരിക പറയുകയാണ്, ഞാൻ പുറത്തേക്കെങ്ങും കണ്ടില്ല. നേരം അവിടേക്ക് വന്ന ശാലിനി പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ അവളുടെ ഒരുക്കം തീർന്നിട്ടുണ്ടാകില്ല. ബസ് അങ്ങ് നാഗർകോവിൽ എത്തിയാലും അവൾ പുറപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നോക്കിക്കോ അവളെ ഞാൻ എന്നും പറഞ്ഞ് അവര് 3 പേരും കൂടി ശ്യാമയുടെ കട്ടിലിന് അടുക്കലേക്ക് ചെല്ലുകയാണ്. അന്നേരം മൂടി പൊതിച്ച് കിടക്കുകയാണ് ശ്യാമ. അത് കണ്ട് ശാലിനി പറയുകയാണ്, ദേ കണ്ടോ അമ്മേ, വല്ല ഉത്തരവാദിത്വം ഉണ്ടോന്ന് നോക്ക്. 9:40 എനിക്ക് ബസ്സാണ്. ഇപ്പോഴും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നോന്നും പറഞ്ഞ് ഷീറ്റ് മാറ്റുകയാണ് ശാലിനി. ശേഷം അവളെ ശാലിനി തട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് നെറ്റിയിൽ കൈവയ്ക്കുകയാണ് ശാലിനി. എന്താ മോളെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അമ്മേ, തീ പോലെ പൊള്ളുന്നോ? നെറ്റിയിലൊക്കെ തലോടി നോക്കിയിട്ട് ശാരദാമ്മ പറയുകയാണ്, നല്ല പനിയാണല്ലോ. ശ്യാമ പറയുകയാണ്, സാരമില്ല ചേച്ചി, ടാബ്ലറ്റ് കഴിച്ചാൽ ഇതങ്ങ് വിട്ടോളും. ഞാൻ പെട്ടെന്ന് റെഡിയാകാം, ഒരു 10 മിനിറ്റ്. ശാരിക പറയുകയാണ്, ഈ പനിയും വെച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്യാനോ? പരീക്ഷ എഴുതുന്നതിന് പകരം പിന്നെ വഴിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇവൾ കൂട്ടിരിക്കേണ്ടി വരും. ശാരദാമ്മ പറയുകയാണ്, ഇതിപ്പോ ആകെ കുഴപ്പമായല്ലോ മോളെ. ഇനിയിപ്പോ ഇത്രയും ദൂരം മോൾ ഒറ്റയ്ക്ക് എങ്ങനെയാ പോകുന്നത്? അതെ, നമുക്ക് അർജുനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ശാലിനി പറയുകയാണ്, അർജുനേട്ടൻ ഈ മാസം മുഴുവൻ വലിയ തിരക്കാ അമ്മേ.
ഹൈക്കോടതിയിൽ നേരിട്ട് അപ്പിയർ ചെയ്യേണ്ട ചില പ്രധാന കേസുകൾ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ചെന്നൈ, ബാംഗ്ലൂർ, പൂനെ യാത്രകളുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാ പിന്നെ പോണോ മോളെ എന്ന് ആശങ്കപ്പെടുകയാണ് ശാരദാമ്മ. നമുക്ക് അടുത്ത തവണയോ മറ്റോ? ശാരിക പറയുകയാണ്. ഈ അമ്മ എന്താ കരുതിയിരിക്കുന്നത്? സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം പാസ്സായി ഇവിടെ ഓരോരുത്തർ ഒരു ചെറിയ സ്വീകരണം കൊടുത്തപ്പോഴേ ഇവളങ്ങ് കളക്ടറായി എന്നാണോ? നാളെ നടക്കാൻ പോകുന്നത് മെയിൻ എക്സാം ആണ്. അതിനുള്ള യോഗ്യതാ പരീക്ഷ മാത്രമേ ഇവളിപ്പോ വിജയിച്ചിട്ടുള്ളൂ. നാളത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാലം ഇവൾ അധ്വാനിച്ചതൊക്കെ വെറുതെയാകും. ശാരദാമ്മ പരിഭ്രമിക്കുകയാണ്. അയ്യോ, അങ്ങനെയാണോ? അയ്യോ, എനിക്കതിനെ കുറിച്ചൊരു ബോധവും ഇല്ലായിരുന്നു. ശാലിനി പറയുകയാണ്. അമ്മ ഒന്നും പേടിക്കേണ്ട. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വൃന്ദയുണ്ട് അവിടെ. കുറെ കാലം താമസിച്ച് അവൾക്ക് അവിടെയൊക്കെ പരിചയമാണ്. എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ കൂട്ടിക്കൊണ്ടുപോകാൻ അവൾ വരും. പരീക്ഷ കഴിഞ്ഞാൽ തിരിച്ചും അവൾ കൊണ്ടുവന്നാക്കും. അതുമല്ല, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഫോൺ എടുത്തൊന്ന് ഡയൽ ചെയ്യാൻ പോലീസ് കമ്മീഷണർ നേരിട്ട് ഫോൺ എടുക്കുന്ന കാലമാണിത്. അമ്മ ധൈര്യമായിട്ടിരിക്കുക മോളെ. എന്നാലും എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ്. ഒരെന്നാലും ഇല്ല, ഇതേ നമ്മുടെ സ്വപ്നമാണ്. ഈ യാത്രയും ആ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണെന്ന് വേണം കരുതാൻ. ഒറ്റയ്ക്കായാലും എനിക്ക് പോയേ പറ്റൂ. പോയിട്ട് വരാം ചേച്ചി എന്ന് ശാരികയോടും പറയുകയാണ്. ശാരിക പറയുകയാണ്. പോയി ജയിച്ചു വാ മോളെ. കോട്ടേടി എന്നും പറഞ്ഞ് ശ്യാമയെ പിടിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്. വേണ്ട കുഞ്ഞേച്ചി, പനി പകരും. നിനക്ക് ഒരു ഉമ്മ തരുന്നത് കൊണ്ടുള്ള പനി അത് ഞാനങ്ങ് സഹിച്ചോളാം. അതിനുശേഷം ശ്യാമയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് ശാലിനി. ഇറങ്ങാൻ നേരം ശാലിനി പറയുകയാണ്. 9:40 ബസ്. ഇനി ഈ ഒരു ബസ്സേ ഉള്ളൂ നാഗർകോവിലേക്ക്. പിന്നെ അമ്മ ശ്യാമയ്ക്ക് മരുന്ന് കൊടുക്കാൻ മറക്കേണ്ട. നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ നന്നായിട്ട് പരീക്ഷ എഴുതിയാൽ മാത്രം മതി. മോളെ, നീ നന്നായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞമ്മേ. ദൈവങ്ങളെ ഞാനങ്ങ് കൂടെ കൊണ്ടുപോവുകയാണ്. തുണക്കയായിട്ടും പിന്നെ പരീക്ഷയ്ക്ക് നല്ല ഓർമ്മ തെളിച്ചു തരാനും. ഇനി ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. അതിനുശേഷം ശാരദാമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശാലിനി. എഴുന്നേൽപ്പിച്ച് ശാരദാമ്മ പറയുകയാണ്. 18 വർഷമാണ് ഈ കുടുംബം തപസ് ചെയ്തത്. അത് ഈ ദിവസത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ നീ ജയിക്കും മോളെ. എല്ലാം നല്ലതായിട്ടേ വരൂ. നല്ലതായിട്ട് എന്ന് പറഞ്ഞ് ശാലിനിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ഇറങ്ങുകയാണ് ശാലിനി. പിന്നീട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ശാലിനി. സ്റ്റോപ്പിലെത്തിയ ശാലിനി ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. അതെ, ദേവമാതാ ബസ് പോയായിരുന്നോ? ആ കുട്ടി പറയുകയാണ്. അത് പോയല്ലോ. ഇവിടെ പോകാനാണ്? ബസ് സ്റ്റാൻഡിലേക്ക്. ഇനി അടുത്ത ബസ് 40 മിനിറ്റ് കഴിഞ്ഞേ വരൂ. 40 മിനിറ്റോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുകയാണ് ശാലിനി. ഇവിടെ ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. ശാലിനി ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്. ഇന്ന് ഓട്ടോ ടാക്സി സമരമാണ്. ഇന്നൽ പണിമുടക്ക്. കുട്ടിക്ക് എവിടെയാ പോകേണ്ടത്? എനിക്ക് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം നടക്കുകയാണ്. നാളെ നാഗർകോവിലില്. ഇന്ന് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. എന്നാൽ കുട്ടി ഒരു കാര്യം ചെയ്യ്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും 2 വീലർ ഉണ്ടെങ്കിൽ KSRTC സ്റ്റാൻഡിൽ കൊണ്ടാക്കാൻ പറയുക. അല്ലെങ്കിൽ കാര്യം നടക്കില്ലെന്ന് ഉറപ്പാണ്. അന്നേരം ഒരു സ്കൂട്ടി വന്ന് ആ കുട്ടി അതിൽ കയറി പോവുകയാണ്. ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശാലിനി. ആരെയാ ഒന്ന് വിളിക്കുക. ആ അർജുൻ ചേട്ടൻ ഔട്ടോ സ്റ്റേഷനും ആയിപ്പോയി. ഇപ്പൊ ഫ്രണ്ടായിട്ട് എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന്റെ മുഖം ഓർക്കുകയാണ് ശാലിനി. അയാളെ തന്നെ വിളിക്കാം. ആളെന്തായാലും നല്ല ഉത്സാഹിയല്ലേ. അതിനുശേഷം ഫോൺ എടുത്ത വിഷ്ണുവിനെ വിളിക്കുകയാണ് ശാലിനി. ഫോൺ എടുത്ത വിഷ്ണു ഹലോ എന്ന് വെക്കുമ്പോൾ ശാലിനി പറയുകയാണ്. ഞാൻ ശാലിനിയാണ്, മനസ്സിലായി. ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ശാലിനി പറയുകയാണ്. അതെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. പറഞ്ഞോളൂ. ഞാനിവിടെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഓട്ടോ സമരമാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് KSRTC സ്റ്റാൻഡിൽ എത്തണം. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തിരിച്ച് വിഷ്ണു പറയുകയാണ്. അയ്യോ, ഞാൻ കുറച്ച് ദൂരെയാണല്ലോ, ബൈ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ഫോൺ വയ്ക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ആ പറച്ചിൽ കേട്ട് ആകെ തളർന്നവിടെ ഇരിക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.